ലോകയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളും അതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട നടിയുമായ ശാന്തി ബാലചന്ദ്രനാണ് ഇന്ന് നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശാന്തിയെ. ശാന്തി, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ശാന്തി, എന്താണ് വിശേഷം? ലോക തന്നെയാണല്ലേ? ഈ ഓണക്കാലം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കുറേ നാൾ ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി. അതിന് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിസപ്ഷൻ കിട്ടി. നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. അതുകൂടാതെ ഞാൻ അഭിനയിച്ച വെബ് സീരീസ് കൃഷാന്തിൻ്റെ 4 സംഘം എന്ന് പറഞ്ഞ സോണി ലെവലുള്ള വെബ് സീരീസും അതിൻ്റെ അടുത്ത ദിവസം തന്നെ റിലീസായി. അതിനും നല്ല പോസിറ്റീവ് പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ റോഷൻ മാത്യു സംവിധാനം ചെയ്യുന്ന ബൈ ബൈ ബൈപ്പാസ് എന്ന നാടകത്തിന്റെ റിഹേഴ്സലും ഇപ്പൊ നടക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി കൊച്ചിയിൽ 8 ഷോസ് ചെയ്തിരുന്നു. ഇനിയുള്ള അടുത്ത 2 ഷോസ് സെപ്റ്റംബർ 6-നും 7-നും JT പാക്ക് കൊച്ചിയിൽ നടക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സംഭവ ബഹുലമായ ഒരു ഓണമാണ് എനിക്കത്. തീർച്ചയായും. അപ്പം എല്ലാ രീതിയിലും സന്തോഷമാണ്. സന്തോഷത്തിന്റെ വാർത്തകൾ മാത്രമേ ഉള്ളൂ ഈ ഓണക്കാലത്ത്. എല്ലാ തവണ അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ ശാന്തി, ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ചർച്ചയൊക്കെ എപ്പോഴാണ് തുടങ്ങിയേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ലോകയുടെ? ഇതിൻ്റെ ചർച്ച എൻഡ് ഓഫ് 2020-ലാണ് തുടങ്ങിയത്. ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്ററായ ഡൊമിനിക്കും ഞാനും മുമ്പും ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് തരംഗത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അതായിരുന്നു കമേഴ്ഷ്യൽ മലയാളം സിനിമ സ്പേസിൽ എൻ്റെ ആദ്യത്തെ സിനിമ ആസ് എൻ ആക്ടർ. അപ്പോൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. വി ഡിസ്കവേർഡ് അലോങ് ദ വേ ദാറ്റ് വി ആർ ഗുഡ് ആസ് റൈറ്റിംഗ് പാർട്ട്നേഴ്സ്. പിന്നെ ഞങ്ങൾ 2-3 സ്ക്രിപ്റ്റ്സിൽ വർക്ക് ചെയ്തിരുന്നു. അതൊന്നും പിന്നെ ഒരു ഷൂട്ടിൻ്റെ സ്റ്റേജ് വരെ എത്തിയില്ല. പല സമയങ്ങളിലായി ഓണായി ഓഫായി അങ്ങനെ പോയി. പിന്നെ 2020-ൽ പാൻഡമിക്കിൻ്റെ സമയത്ത് ഞാൻ എഴുതി ഒരു മ്യൂസിക് വീഡിയോ, അതായത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു മ്യൂസിക് വീഡിയോ ഡൊമിനിക് ആയിരുന്നു ഡയറക്റ്റ് ചെയ്തതും, നിമിഷ് ആയിരുന്നു അത് ഷൂട്ട് ചെയ്തത്. ബംഗ്ലാൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരുന്നു അതിലും വർക്ക് ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ആ ഒരു ബോണ്ട് ശരിക്കും ഇങ്ങനെ ഇവോൾവ് ആയി വന്നത്. ഈ ഒബ്ലിവിയൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡൊമിനിക് ഇങ്ങനെ ഒരു തോട്ട് അവതരിപ്പിക്കുന്നത്. ഇറ്റ് വാസ് ഹിസ് ഒറിജിനൽ ഐഡിയ. അതായത് നമുക്ക് പരിചയമുള്ള കുറച്ച് ഫോക്ക് ക്യാരക്ടേഴ്സിനെ ഒരു കണ്ടംപററി സെറ്റിങ്ങിലേക്ക് കൊണ്ടുവരും. അവർ നമ്മളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ഡൊമിനിക് പ്രസൻറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് കൊളാബറേഷൻ പ്രോസസ്സ് തുടങ്ങിയത് 2020-ൽ. പിന്നെ ഷൂട്ട് തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഓണക്കാലത്തായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു, മിഡ് സെപ്റ്റംബർ ആയപ്പോഴായിരുന്നു ഞങ്ങൾ പൂജ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും ഒരു ഓണക്കാലം ആയപ്പോഴത്തേക്കും റിലീസായി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് തന്നെ നമ്മളുടെ ഐതിഹ്യങ്ങളിലും മിത്സിലും പരിചയമുള്ള ക്യാരക്ടേഴ്സിനെ ഒരു കണ്ടംപററി സെറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിചയമുള്ള മിത്സിനെ ഒരു ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് എനിക്ക് ഡൊമിനിക് തന്നിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആന്ത്രപ്പോളജിയാണ്. ഞാനൊരു സോഷ്യൽ സയൻസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള പെർസ്പെക്റ്റീവ്സ് ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള സ്പേസ് എനിക്ക് ഡൊമിനിക് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ ട്രഡീഷണലി കണ്ട രീതിയിലല്ല ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ അക്കാഡമിക് റീഡിങ്സ് ഉണ്ട്. ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് വെച്ചിട്ടാണെങ്കിലും ആൻറ്റി കാസ്റ്റ് പൊളിറ്റിക്സ് വെച്ചിട്ടാണെങ്കിലും ഈ ക്യാരക്ടേഴ്സിന് പല മൾട്ടിപ്പിൾ ഇൻ്റർപ്രിറ്റേഷൻസ് ആൻഡ് റീഡിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ റൂട്ട് ആയിട്ടുള്ള ഈ സ്റ്റോറിയെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് പുനരാവിഷ്കരിക്കുന്നത്. പറഞ്ഞ പോലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ സംസാരിക്കുകയാണെങ്കിൽ ഈ തോട്ട് പ്രോസസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ക്യാരക്ടേഴ്സിലേക്ക് എത്തി എങ്ങനെയാണ്? ഇപ്പം ഓരോരുത്തർക്കും ഈ ക്യാരക്ടർ ഇവരിലേക്കൊക്കെ ആപ്റ്റാണ്. അപ്പം ആ ഒരു ചർച്ചകൾ തുടങ്ങിയത് എപ്പോഴായിരുന്നു? കാസ്റ്റിങ്ങിൻ്റെ ചർച്ചകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുണ്ട്. വേഫെയർ പ്രോജക്റ്റ് ഗ്രീൻ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാസ്റ്റിങ്ങിലേക്ക് കടന്നത്. അപ്പോൾ കല്യാണിയുടെ പേര് വന്നപ്പോഴത്തേക്കും വി വർ ഓൾ എക്സൈറ്റഡ്. കാരണം വി കുഡ് റിയലി സീ ഹർ ആസ് ചന്ദ്ര. പിന്നെ ഞങ്ങൾ ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു വേർഷൻ ഓഫ് ചന്ദ്ര ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അതൊരു urban സെറ്റിങ്ങിൽ കുറേ ഒരു ഈ ക്യാരക്ടർ ഇപ്പോൾ
ജീവിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഐഡിയാസ് ഡൊമിനിക്കിനും നിമിഷിനും ഉണ്ടായിരുന്നു ഈ എസ്തെറ്റിക് വെച്ചിട്ട്. അപ്പോൾ വി ഡിസ്കസ്ഡ് ഇറ്റ് ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനർ മെൽവിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ആ ലുക്ക് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ കാസ്റ്റിംഗ് ആക്ച്വലി ഷൂട്ടിന് തൊട്ട് മുമ്പ് വരെ നടന്നു. അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാസ്റ്റിംഗ് ഡയറക്ടറായ വിവേക് അനിരുദ്ധനാണ്. നമ്മളെ കുട്ടി ചന്ദ്രയായിട്ട് അഭിനയിച്ച കുട്ടി, ഇതിൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഓരോ നടീനടന്മാരെയും കാസ്റ്റിംഗ് പ്രോസസ്സിലൂടെ കണ്ടെത്തിയത് വിവേക് അനിരുദ്ധായിരുന്നു. ആ പ്രോസസ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ജൂലൈ ഓഗസ്റ്റിലായിരുന്നു ഞങ്ങൾ എറണാകുളത്ത് വെച്ച് കാസ്റ്റിംഗ് നടത്തിയിരുന്നത്. ആ സമയത്ത് ആക്ടേഴ്സിനെ ഓഡിഷൻ ചെയ്യാനൊക്കെ കൂടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ഫോർ മീ. ഈ കല്യാണി ശാന്തിയെ അതിശയിപ്പിച്ചായിരുന്നോ? Definitely, because Kalyani's commitment and professionalism is something that I deeply admire. Project-il innayi kazhinja odane thanne ഡൊമിനിക്കുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന് എങ്ങനെ വേണം ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് കല്യാണി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സിംഗിൾ ഷെഡ്യൂളിലാണ് ഞങ്ങൾ ഫുൾ ഷൂട്ട് തീർത്തത്, ഒരു 94 days ഐ തിങ്ക്. ആ സമയത്ത് ഈ സിനിമ തീർക്കണമെങ്കിൽ ഇതിൻ്റെ എസ്പെഷ്യലി ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഇൻറ്റൻസ് ആയിട്ടുള്ള സമയത്ത് അത് ചാർട്ട് ചെയ്ത പോലെ തീർക്കണമെങ്കിൽ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം. ദർ ഇസ് നോ റൂം ഫോർ ഫിഗറിങ് ഇറ്റ് ഔട്ട് ഓൺ സെറ്റ്. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് വളരെ മുമ്പേ തന്നെ കല്യാണി ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ സ്റ്റണ്ട്സ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന യാനിക് ബെന്നുമായിട്ട് കല്യാണി മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു പേഴ്സണൽ ഈക്വേഷൻ ഉണ്ടായിരുന്നു. സോ പിന്നെ ജോഫിൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള കോച്ചാണ് കല്യാണിയുടെ കൂടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ ആക്ഷൻ കൊറിയോഗ്രഫി ബ്യൂട്ടിഫുള്ളി സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ കല്യാണി വാസ് ഓൾസോ പാർട്ട് ഓഫ് റീഡിങ്സ് ദാറ്റ് വി ഹാഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ്. അപ്പോൾ ഒരു പ്രീ പ്രൊഡക്ഷൻ ഫേസിൽ തന്നെ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് കല്യാണി വർക്ക് ചെയ്തത്. ആൻഡ് ഇത് ഭയങ്കര ഒരു ടഫ് ഷൂട്ടായിരുന്നു. കാരണം കൂടുതലും നൈറ്റ് ഷൂട്ട്, പിന്നെ ഭയങ്കര ഫിസിക്കലി ടാക്സിങ് ആയിട്ടുള്ള ഒരു ഷൂട്ട്. പിന്നെ ചന്ദ്രയുടെ ഒരു ഇമോഷണൽ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട് ഉള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ കല്യാണി ഈസ് ആക്ച്വലി എ വെരി ബബ്ലി പേഴ്സൺ. അപ്പോൾ ഡൊമിനിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഡൊമിനിക്കിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ ഡൊമിനിക്ക് ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്ന പ്രോസസ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനോട് എല്ലാത്തിനോടും കല്യാണി കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ ക്രിയേറ്റീവ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ കാസ്റ്റ് ആൻഡ് ദ ക്രൂ. ഈ മറ്റൊന്ന് ദുൽഖറാണ്, ദുൽഖറിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് വരികയാണ്, അതും പുതിയൊരു തീമിൽ ഒരു പ്രോജക്റ്റ് വരികയാണ്, പുതിയ ആൾക്കാരൊക്കെയാണ്. അപ്പം പൂർണ്ണമായിട്ടും ആ ആൾക്കാരൊക്കെ ആ ക്രൂവിനെ ഫുൾ വിശ്വസിച്ച് നിന്ന ഒരാളാണ് ദുൽഖർ. അപ്പോൾ ദുൽഖറുമായിട്ടുള്ള ഒരു റിലേഷൻ അതെങ്ങനെയായിരുന്നു? ദുൽഖർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് നിമിഷ് വഴിയാണ്. നിമിഷും ദുൽഖറും കിങ് ഓഫ് കുത്തയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് പല പ്രൊഡക്ഷൻ ഹൗസിലായി പിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഡൊമിനിക്കും നിമിഷും കൂടി ചെന്നിട്ടാണ് പല സ്ഥലങ്ങളിലും ഈ കഥ അവതരിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇടയ്ക്കിടയ്ക്കായിട്ട് നിമിഷ് ദുൽഖറുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇത് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫുൾ ഗ്രീൻ ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ഇതിനൊരു എക്സ്പെരിമെന്റൽ നേച്ചർ ഉണ്ട്, ഇതിനൊരു ബഡ്ജറ്റ് ആവശ്യമാണ്. അപ്പോൾ ഐ തിങ്ക് അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്ഷൻ ഹൗസസ് വർ എ ബിറ്റ് കോഷ്യസ് അബൌട്ട് കമ്മിറ്റിംഗ് ടു ദ ഫിലിം. ആ സമയത്ത് ദുൽഖർ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ദുൽഖർ ഒരു ദിവസം നിമിഷിൻ്റെ അടുത്ത് ചോദിച്ചു, വൈ യു ടേക്കിംഗ് ഇറ്റ് ടു അതർ പ്രൊഡക്ഷൻ ഹൗസസ്, നമുക്ക് തന്നെ നല്ലൊരു സാധനം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പിന്നെ ദർ വാസ് നോ ലുക്കിംഗ് ബാക്ക്. ഡൊമിനിക് പോയി നരേറ്റ് ചെയ്തു, ദുൽഖറിന് അതിൻ്റെ വിഷൻ മനസ്സിലായി. ആൻഡ് ഹി ഓഫേർഡ് us complete support. ഇങ്ങനെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനും അത് ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും വേഫെയർ പ്രൊഡക്ഷൻസ് ശരിക്കും ഞങ്ങളെ ക്രിയേറ്റീവ് ടീമിനെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ശാന്തിയുടെ ഇനി പുതിയ പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെയാണ്? ഇപ്പോൾ നാലര സംഘം റിലീസായി സോണിയിൽ. പിന്നെ കൃഷാന്തിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത കൃഷാന്തിൻ്റെ അടുത്ത സിനിമയെ മസ്തിഷ്ക മരണത്തിലും ഒരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കൃഷാന്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്വർക്കി മേ ബി ആൻ ഓവർ യൂസ് ടേം ഫ്രം ഹിം, ഐ ഡോണ്ട് നോ. ഭയങ്കര ശരിക്കും ഒരു യുണീക്ക് കാഴ്ചപ്പാടുള്ള ഒരു ഫിലിം മേക്കറായിട്ടാണ് എനിക്ക് എപ്പോഴും കൃഷാന്തിൻ്റെ വർക്ക്സ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൃഷാന്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ക്രേസി വേൾഡിൻ്റെ ഭാഗമാവാൻ പറ്റുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് കാര്യം തന്നെയാണ്. ഇപ്പോൾ
ഇപ്പോൾ നാലൊരു സംഘത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ലോകമേ അല്ല മസ്തിഷ്ക മരണത്തിൽ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ പ്ലേസ്മെൻ്റ് ആയാലും പേഴ്സണാലിറ്റി ആയാലും ലുക്കായാലും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വേൾഡിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയാണ് അനന്തൻകാട്. മുരളി ചേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. GN കൃഷ്ണകുമാർ ആണ് അതിൻ്റെ ഡയറക്ഷൻ. ആര്യ, തമിഴ് ആക്ടർ ആര്യാണ് അതിൽ മെയിൻ ലീഡ് പ്ലേ ചെയ്യുന്നത്. ഇതൊരു വലിയ ഓൺസംബിൾ കാസ്റ്റുള്ള ഒരു പടമാണ്. ഒത്തിരി ടാലൻറ്റഡ് ആക്ടേഴ്സ് വർക്ക് ചെയ്തൊരു പടമാണ്. അതൊരു വലിയ സ്കെയിലിൽ തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിലീസ് ഉണ്ടാവും. പിന്നെ ഞാൻ റീസെൻ്റ്ലി പട ഡയറക്റ്റ് ചെയ്ത കമൽ KMൻ്റെ ഫിലിമിൽ, ഇൻഡിപെൻഡൻറ്റ് ഫിലിമിൽ വർക്ക് ചെയ്തു. അത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സുധാ പത്മജ ഫ്രാൻസിസ് ആണ്. അത് ശരിക്കും ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു കഥയാണ്. ദിവ്യപ്രഭയാണ് അതിൽ മെയിൻ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ആ ഒരു എൻവയൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്, അത് ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പാണ് ഷൂട്ട് തീർന്നത്. അതും ഭയങ്കര ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആ സിനിമ എങ്ങനെ വരും എന്ന് കാണാനും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ കൂടാതെ കുറച്ച് ഫ്രണ്ട്സിന്റെ പടങ്ങളിൽ പോയി ക്യാമിയോ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ. അപ്പോൾ അതെല്ലാം പതിയെ പതിയെ റിലീസാവും. ഓക്കെ, ഇപ്പം ഈ ചന്ദ്ര, നമ്മുടെ ലോക അവസാനിക്കുന്നത് തന്നെ രണ്ടാമതൊരു പാർട്ട് ഉണ്ടാകും എന്നൊരു ഹിന്റ് നൽകിക്കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ എന്ന് തൊട്ട് ഇനി പ്രതീക്ഷിക്കാം? അതെ, അത് ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. പതിയെ പതിയെ ഞങ്ങൾ അപ്ഡേറ്റ്സ് പുറത്തുവിടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഒരു കാര്യം കൂടി ശാന്തി, ഇപ്പം ഈ അച്ഛനുമായുള്ള അല്ലെങ്കിൽ കുടുംബമായിട്ടുള്ള ഒരു വൈകാരിക കുറിപ്പ് ഈ അടുത്തിടയിൽ വായിക്കാനിടയായി, 2017 തരംഗം സിനിമ മുതലുള്ളത്. അപ്പോൾ ആ ഒരു കുറിപ്പ് എഴുതാനിടയായ കാര്യം കൂടി ഒന്ന് പറയാമോ? ശരിക്കും അതിൽ എഴുതിയത് തന്നെയാണ്. ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നാളിവിടെ വർക്ക് ചെയ്യില്ലായിരുന്നു. കാരണം എൻ്റെ ജേർണി നോക്കുമ്പോഴിപ്പോൾ ഒരു 2017 ഡെബ്യൂ ചെയ്ത ആളാണ്. അപ്പോൾ ഒരു 8 വർഷമായി ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട്. ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം ഒരു എക്സ്പെരിമെൻ്റൽ നേച്ചർ ആയിട്ടുള്ളതാണ് മിക്ക സിനിമകളും. ഒരു ഇങ്ങനെ ജനപ്രീതി നേടിയ സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമ എൻ്റെ കരിയറിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, അൺടിൽ ലോക. അപ്പോൾ ആ ഒരു ജേർണിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ശരിക്കും എൻ്റെ പേരൻസാണ് ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലൈഫ് ആയിരുന്നു എനിക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അൺസർട്ടനിറ്റി ഒക്കെ ഡീൽ ചെയ്യുന്നത് പേരൻസ് കാണുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ understood that I was very passionate about this journey. അപ്പോൾ അവർ തന്ന സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, ഈവൻ ലൈക്ക് ബേസിക് സപ്പോർട്ട്. അതായത് ഞാൻ അവരുടെ അപ്പാർട്ട്മെന്റിൽ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ റെന്റിന്റെ കാര്യം വറി ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ടു ഹാവ് എ റൂഫ് ഓവർ യുവർ ഹെഡ്, ടു ഹാവ് ഫുഡ് ഓൺ ദ പ്ലേറ്റ് വെൻ യു ആർ നോട്ട് വർക്കിംഗ് ആസ് മച്ച് ആസ് യു വുഡ് ലൈക്ക് ടു. അപ്പോൾ ആ ഒരു ടഫ് ജേർണിയുടെ സമയത്തും ഈ പ്രോജക്റ്റ് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അവരും ഈ ജേർണി കണ്ടതാണ്. അപ്പോൾ അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു സിനിമ കണ്ടിട്ട്. അപ്പോൾ അതാണ് ഐ റിയലി വാണ്ടഡ് ടു അക്നോളജ് ദെം ഫസ്റ്റ്. ഓക്കെ 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 ശാന്തി, അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്കിപ്പം ചേർന്നതിന്. നല്ലൊരു ദിവസവും ഒപ്പം നല്ലൊരു ഓണക്കാലവും ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കട്ടെ. ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ ഇനിയും വലിയ 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 വിജയങ്ങൾ നേടട്ടെ. ഞങ്ങൾ പ്രത്യേകിച്ച് ചന്ദ്ര 2-ന് വേണ്ടിയുള്ള വെയിറ്റിംഗിൽ കൂടിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. താങ്ക് യു. ശരി.